അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അദ്ദർസുർ റാബിഅ അശർ, പാഠം 14, ദുറൂസിലെ 14ാമത്തെ പാഠം. ഇഹ്ഫദ് ലിസാനക, നാവിനെ സൂക്ഷിക്കൂ, നിൻ്റെ നാവ് സൂക്ഷിക്കൂ. ഇഹ്ഫദ്, നീ സൂക്ഷിക്കൂ, ലിസാനക, നിൻ്റെ നാവ്, അപ്പം നിൻ്റെ നാവിനെ സൂക്ഷിക്കുക. താജുദ്ദീൻ, ഉസ്താദെ മുബശ്ശിർ കരയുന്നു. ഉസ്താദ്, മുബശ്ശിറിന് എന്തു പറ്റി? മുബശ്ശിർ, ഇവൻ എന്നെ ആക്ഷേപിച്ചു. ഇവനെന്നെ ആക്ഷേപിച്ചു. ഉസ്താദ്, ഇത് നല്ല സ്വഭാവമല്ല, ഇത് നല്ല സ്വഭാവമല്ല. മുബശ്ശിർ, ഞാൻ കേൾക്കാതെ കുട്ടികളോടാണ് പറഞ്ഞത്, ഞാൻ കേൾക്കാതെ കുട്ടികളോടാണ് പറഞ്ഞത്. ഉസ്താദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിഅ്റാജിൻ്റെ യാത്രയിൽ ഒരു വിഭാഗം ആളുകളെ കണ്ടു. അവർ സ്വന്തം ശരീരവും മുഖവും ചെമ്പ് നഖങ്ങൾ കൊണ്ട് മാന്തി പിളർക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, ആരാണിവർ? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, അവർ ഗീബത്ത് പറഞ്ഞവരാണ്, അവർ ഗീബത്ത് പറഞ്ഞവരാണ്. കണ്ടോ? അപ്പോൾ എന്താണ് ഉസ്താദ് പറഞ്ഞെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിഅ്റാജിൻ്റെ യാത്രയിൽ ഒരു വിഭാഗം ആളുകളെ കണ്ടു. അവർ സ്വന്തം ശരീരവും മുഖവും ചെമ്പ് നഖങ്ങൾ കൊണ്ട് മാന്തി പിളർക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, ആരാണിവർ? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, അവർ ഗീബത്ത് പറഞ്ഞവരാണ്. അപ്പോൾ മറ്റുള്ളവരെ കുറ്റം എന്ത് ചെയ്യുക? പറയരുത് എന്നാണ് അതിന് തെളിവ്. അത് ഗീബത്ത് എന്ന് വെച്ചാൽ എന്താ? അത് നമ്മൾ അടുത്ത പേജിൽ പറയും. മുനവ്വിർ, എന്താണ് ഗീബത്ത്? ഉസ്താദ്, ഒരാളെക്കുറിച്ച് അയാൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം മറ്റൊരാളോട് പറയലാണ് ഗീബത്ത്. ഗീബത്ത് എന്നാൽ എന്ത്? ഒരാളെക്കുറിച്ച് അയാൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം മറ്റൊരാളോട് പറയലാണ് ഗീബത്ത്. അഹമ്മദ്, അപ്പോൾ അഹമ്മദ് ചോദിക്കണം, പറയുന്നത് ഉള്ള കാര്യമാണെങ്കിലോ? ഉസ്താദ്, ഉള്ള കാര്യമാണെങ്കിലും ഗീബത്ത് തന്നെ, ഇല്ലാത്തതാണെങ്കിൽ അത് കളവ് കൂടിയാകും. അപ്പോൾ ഇല്ലാത്തത് പറഞ്ഞാൽ അത് കളവും കൂടിയാകും. ഉസ്താദ് രണ്ടുപേരെയും അടുത്തേക്ക് വിളിച്ച് ഉപദേശിച്ചു. സംസാരിക്കാനുള്ള കഴിവ് അല്ലാഹു തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. സംസാരിക്കാനുള്ള കഴിവ് അല്ലാഹു തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അത് നല്ല കാര്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാവൂ. കളവ്, ഗീബത്ത്, നമീമത്ത്, പരിഹാസം തുടങ്ങിയവയെല്ലാം വലിയ കുറ്റങ്ങളാണ്. കളവ്, ഗീബത്ത്, നമീമത്ത്, പരിഹാസം തുടങ്ങിയവയെല്ലാം വലിയ കുറ്റങ്ങളാണ്. മനുഷ്യരെ കൂടുതലായി നരകത്തിലെത്തിക്കുന്നത് ചീത്ത സംസാരമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മനുഷ്യരെ കൂടുതലായി നരകത്തിലെത്തിക്കുന്നത് ചീത്ത സംസാരമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുനവ്വിറും മുബശ്ശിറും സലാം പറഞ്ഞ് കെട്ടിപ്പിടിച്ചു. ഉസ്താദ്, അൽഹംദുലില്ലാ, അല്ലാഹു തആല നമ്മെ നരകത്തിൽ നിന്ന് കാത്തു രക്ഷിക്കട്ടെ. കുട്ടികളെല്ലാവരും ആമീൻ പറഞ്ഞു. വലാ യഗ്തബ് ബഅ്ദുകും ബഅ്ദാ, നിങ്ങൾ പരസ്പരം പരദൂഷണം പറയരുത്. അല്ലേ? വലാ യഗ്തബ് ബഅ്ദുകും ബഅ്ദാ, നിങ്ങൾ പരസ്പരം പരദൂഷണം പറയുക, ഗീബത്ത് പറയരുത്. പിന്നെ ഇവിടെ നമീമത്ത് എന്നുണ്ടല്ലോ. നമീമത്ത് എന്ന് വെച്ചാൽ എന്താ? രണ്ടുപേർക്കിടയിൽ, രണ്ടുപേരെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? ഒരാളുടെ കുറ്റം മറ്റൊരാളോട് പറയുക. അതിനാ നമീമത്ത് എന്ന് പറയാം. നമീമത്ത് എന്നാൽ നേരെ അർത്ഥം എന്താ? അതിൻ്റെ ഏഷണി പറയുക, ഏഷണി പറഞ്ഞു കൊടുക്കുക, പരിഹസിക്കുക. ഗീബത്ത് നമ്മൾ പറഞ്ഞല്ലോ എന്താ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലപോലെ പാഠം വായിക്കുക, എന്നിട്ട് അതിലെ ഉത്തരങ്ങൾ കണ്ടെത്തുക. ചോദ്യോത്തരങ്ങളൊക്കെ എന്ത് ചെയ്യണം? കണ്ടെത്തുക. അവിടെ ഒരു ചോദ്യം വരും, മിഅ്റാജിൻ്റെ യാത്രയിൽ നബി നരകത്തിൽ എന്താണ് കണ്ടത്? അതല്ല, ഇസ്രാ മിഅ്റാജ് നടന്നത് എന്നാണെന്നൊരു ചോദ്യം വരും. അത് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടില്ല. അത് നുബുവത്തിൻ്റെ 11ാം വർഷം റജബിലാണ്. നുബുവത്തിൻ്റെ 11ാം വർഷം റജബിലാണ് നടന്നത്. പിന്നെ നമീമത്ത് എന്താണെന്നും ചോദ്യമുണ്ട്. അപ്പോൾ ആ ചോദ്യങ്ങളാണ് പാഠത്തിൽ പറയാത്തതുള്ളൂ. ബാക്കിയൊക്കെ പാഠത്തിൽ നിന്ന് കിട്ടും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.